5,95,000. യെസ്, ഡീസൽ വണ്ടിയാണ്. 5,95,000 നമുക്കൊരു SX അതായത് ടോപ്പ് ലോഡിൽ വരുന്ന ഒരു ക്രെറ്റ ഉണ്ടാകും. മാക്സിമം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഒരു 40-50 രൂപ 40 രൂപ 50 രൂപയെങ്കിലും ഇറക്കാം. 40 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 12,95,000. ഒരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാകും. ട്രാക്കിനെങ്കിൽ ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും ചെയ്യും. 40-45 വണ്ടി ഇറക്കാം. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് വെറും 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. 1,30,000. 1,30,000 അല്ലേ? അപ്പോൾ ചെറിയൊരു ബൈക്കിൻ്റെ ഒക്കെ ഒരു പ്രൈസിൽ നമുക്ക് കൊണ്ടാൻ പറ്റുന്നൊരു കാറാണ്. ഏകദേശം നമുക്ക് EMI ഒക്കെ നോക്കുകയാണെങ്കിൽ 4,000 ഒക്കെ ആ റേഞ്ചിൽ നമുക്ക് EMI വരുള്ളൂ. 10-20 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. 50 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. 3,90. കേട്ടോ. വെറും 18,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റൂല. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ മോഡൽ കൂടിയ വണ്ടിയാണ്. ഫുൾ ഓൺ ചെയ്യാം. അതേപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ വാഹനം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെരുന്നാളിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വാഹനങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നല്ല അടിപൊളി കളക്ഷനൊക്കെ ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ SUV കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ദോസ്തിലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ റേഞ്ചിലും 7 സീറ്ററുകളാകട്ടെ, ഹാച്ച് ബാക്കുകൾ, അതേപോലെ തന്നെ നമ്മൾ സ്വിഫ്റ്റ്, അങ്ങനെ അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ കൂടെ ഉള്ളത് പുതിയൊരാളാണ്, ഫൈസാദാണ്. ഫൈസാദ്, നമ്മുടെ ദോസ്തിൻ്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാണ് നിങ്ങൾ? ദോസ്ത് നമ്മളെ തിരൂർക്കാട് കഴിഞ്ഞിട്ട് നമ്മളെ മലപ്പുറം പെരിന്തൽമണ്ണ റോഡിൽ തിരൂർക്കാട് കഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പുറ സ്കൂൾ പടിയാണ് ലൊക്കേഷൻ. കറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇതാണ് നമ്മൾ സ്കൂൾ കാണുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മളെ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ്. ഫസ്റ്റ് തന്നെ നമ്മളൊരു ജനപ്രിയ മോഡലിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാരുതി സുസുക്കി സ്വിഫ്റ്റ്. അത് റെഡ് ഫിനിഷിംഗ് ആണ്. ചാലക്കുടി രജിസ്ട്രേഷനാണ് വരുന്നത്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വണ്ടി ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ പക്ക നീറ്റ് ക്ലീൻ ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഓൺഷിപ്പ് സിംഗിൾ ആണല്ലോ പറഞ്ഞത്? കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. വണ്ടി തോന്നെ ഓടിയിട്ടില്ല. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കും? 5,95 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 40 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഞാനൊരു സിൽവർ ഫിനിഷിംഗ് ആണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? സെയിം മോഡൽ 2021 മോഡൽ. 2021 ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണല്ലേ? ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് കറക്റ്റ് അറിയില്ല. എന്തായാലും ലോ കിലോമീറ്റർ തന്നെയാണ് വണ്ടി ഓടിച്ചത്. ലോ കിലോമീറ്റർ ആണ്. ഇന്റീരിയറൊക്കെ നോക്കിയാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റൂഫ് കാര്യങ്ങളെല്ലാം വൃത്തിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 23 മോഡല്, 1/10 ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും തന്നെ അല്ല. സിംഗിൾ ഓൺഷിപ്പ് വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 5,75 ഏകദേശം നമുക്കൊരു 19 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? അടുത്തൊരു സിറ്റി ആണ്. ഇത് ഡീസലാണ്, അത് പെട്രോളാണ്. സോ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. 2018 മോഡൽ വണ്ടി അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ 30,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ. സോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ യാത്രാ കംഫർട്ട് തന്നെയാണ്. നല്ല ബോഡി വെയിറ്റ്, ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്നൊരു വാഹനമാണ്. ഹോണ്ട സിറ്റിൻ്റെ 4th ജെൻ ആണ്. ഇതിന് എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 5,65,000. 5,65 അല്ലേ? പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 40-45 വണ്ടി ഇറക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് വെറും 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ല അടുത്തൊരു സബോമീറ്റർ SUV ആണ്. നമുക്ക് അഡ്വാൻസ് ആയിട്ടുണ്ടല്ലോ. യെസ്. അടുത്തത് നമുക്കൊരു ഡാറ്റ്സന്റെ ഒരു ഗോ പ്ലസ് ആണ്. 7 സീറ്റർ ആണ്. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റ് ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 2015 മോഡലാണ്. പെട്രോളാണ്. ഏകദേശം ഒരു 15-16 മൈലേജ് കിട്ടും. മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന 7 സീറ്റർ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 80,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിന്? 1,90. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ വെറും 1,90,000 രൂപക്കാണ് ഒരു 7 സീറ്റർ വാഹനം. അതും 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. മാക്സിമം ട്രാക്കിന് ഒരു 10-30 രൂപയ്ക്ക് വേണ്ടി ഇറക്കും ചെയ്യാം അല്ലേ? ലോണ് കുറച്ച് പണിയാണ്, എന്നാലും മാക്സിമം ഫുൾ ലോണ് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അടുത്തൊരു ഡീസൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. സോ നമുക്ക് ഏകദേശം ഒരു 18-20 മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. KL5 കോട്ടയം രജിസ്ട്രേഷനാണ് വാഹനം വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2015 മോഡല്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,45,000. 1,45. സർവീസ് ഒക്കെ കഴിഞ്ഞല്ലേ?
ഓൺഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓൺഷിപ്പ് ഇല്ല. വീഡിയോയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവറിൻ്റെ കാര്യങ്ങൾ, അത്യാവശ്യം നല്ല ക്വാളിറ്റി, അത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 395. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു 45 ലെവലൊക്കെ ഉണ്ടെങ്കിൽ 45 ലെവലൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറങ്ങാം. അടുത്തൊരു ഹോണ്ട ജാസ് ആണ്, വി ഓപ്ഷനാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് പെട്രോൾ വേരിയൻ്റ് ആണ്. സോ അത്യാവശ്യം നമുക്ക് മെയിൻ്റനൻസ് കുറവും നല്ല സ്പേസ് അതേപോലെ നല്ല കംഫർട്ട് ഒക്കെ ഉള്ള ഒരു അടിപൊളി വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, കമ്പനി അലോയ്സ്, അത്യാവശ്യം നമുക്കൊരു അപ് ടു 90% വരെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെ ജാസ് മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ജാസ് 2015-16 രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ 85,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നു വാഹനത്തിന്? നമ്മൾ 395. 395. ചെറിയ പ്രൈസിനും ഉണ്ടാവും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു ഡൗൺ പേയ്മെൻറ്റ് വരെ 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ് വരുന്നത്. ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇതേതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 മോഡൽ. 2019 മോഡൽ അല്ലേ? ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? പെട്രോൾ അല്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ലോ കിലോമീറ്റർ ഉള്ളൂ, 1 കിലോമീറ്റർ ഓടിയിട്ടില്ല. ഓക്കെ. ഇന്ത്യയിലൊക്കെ നോക്കി അത്യാവശ്യം നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. കമ്പനിയിൽ സ്റ്റീരിയോ ആൻഡ്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. റൂഫൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 5,85,000. 5,85 അല്ലേ? പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ? ഒരു 50 രൂപയുള്ളിലൊക്കെ ഉണ്ടെങ്കിൽ 50 രൂപയിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റയാണ്, വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡൽ, കിലോമീറ്റർ 2 ലക്ഷത്തിനുള്ളിൽ ഓടിയിട്ടുള്ളൂ. ശരി, ഓഫർ പ്രൈസിൽ നമ്മൾ വണ്ടി കൊടുക്കാട്ടിരിക്കണം. ഓക്കെ. ഡീസൽ വണ്ടിയാണ്. അതിനകത്ത് ഏറ്റവും SX ആണ് ഓപ്ഷൻ വരുന്നത്. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. ഡീസലാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? 5,95,000. യെസ്, ഡീസൽ വണ്ടിയാണ്. 5,95,000 നമുക്കൊരു SX, അന്നത്തെ ടോപ്പ് ലോഡിൽ വരുന്നൊരു ക്രെറ്റ ഉണ്ടാകും. മാക്സിമം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 40-50 രൂപ 40 രൂപ 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും കേട്ടോ. അടുത്തൊരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് തന്നെയാണ്, ഡീസൽ വണ്ടിയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 15 മോഡൽ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ് ഇറക്കുന്ന വണ്ടിയാണ്. യെസ്. അപ്പോൾ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്റർ തന്നെയാണ്. ഇത്രയും കാലമായിട്ട് നമുക്ക് ലോ കിലോമീറ്റർ ആണ് ഡിപ്പെൻസ് നോക്കുമ്പോൾ. അത്യാവശ്യം നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 3,95,000. 395 അല്ലേ? നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റും? 60 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് 60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറങ്ങാം. അതൊരു ടയോട്ട എത്തിയോസ് ലിവാണ്, GD ആണ് വരുന്നത്. 2012 മോഡൽ 13 രജിസ്ട്രേഷൻ ഇറക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു? ഇത് സിംഗിൾ ഓണർഷിപ്പ് ഇറക്കുന്ന വണ്ടിയാണ്. 1,54,000. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് 150 സംതിങ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 3,60,000. 360 അല്ലേ? ഏകദേശം ട്രാക്കിന് 10 രൂപയ്ക്ക് വേണ്ടി ഇറക്കാം അല്ലേ? യെസ്. അടുത്തൊരു മാരുതി സുസുക്കി എക്സ്പ്രസ്സോ ആണ്. യെസ്, വൈറ്റ് ഫിനിഷിംഗ് ആണ്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ്, ആൻഡ്രസ്റ്റ്, LCD സ്ക്രീന്, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. യെസ്. ഏതായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2022 മോഡൽ. ലോ കിലോമീറ്റർ തന്നെയാണ് പറയുന്നത്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? യെസ്. ഓൺഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓൺഷിപ്പ്. യെസ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 3,90,000. 390. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റുമത്? ഒരു 40-50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? അടുത്തൊരു മാരുതി 800 അന്വേഷിച്ച് നടക്കുന്ന നല്ലൊരു അടിപൊളി വാഹനമുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല വൈഡ് വീല് കാര്യങ്ങളും അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു MPFA എഞ്ചിനിൽ വരുന്നൊരു വാഹനമാണ്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2013 മോഡൽ. 2013 മോഡൽ അല്ലേ? എങ്ങനെയായിരുന്നു? 80,000 കിലോമീറ്റർ. AC ഉള്ള വണ്ടിയല്ലേ? വണ്ടിയാണ്. എത്ര ചോദിക്കുന്നു നമ്മളതിന്? ഇത് നമ്മൾ 1,35,000. 1,35 അല്ലേ? ഏകദേശം നമുക്കൊരു 10-30 രൂപയ്ക്ക് വേണ്ടി ഇറക്കം ചെയ്യാം. സാധാരണ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ജെൻ ആണ് 13 എന്നൊക്കെ പറയുന്നത്. ഇത് ലാസ്റ്റ് മോഡൽ, ഏകദേശം ലാസ്റ്റ് ആണ്. ഇതിന് ശേഷം പിന്നെ നമുക്ക് 800 ഇറങ്ങിയിട്ടില്ല അല്ലേ? യെസ്. അടുത്ത് നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് നോക്കിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. വണ്ടിയാണ്. ഡീസലാണ്. ഏകദേശം 24 വരെ മൈലേജ് കിട്ടുന്ന ഒരു 2014 മോഡൽ എക്സെന്റ്. യെസ്. അത്യാവശ്യം നമുക്ക് നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെയിൻലി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. കൂടെ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ 2,75,000. 2,75,000. ചെറിയൊരു പ്രൈസ് നമുക്ക് നല്ല മൈലേജ് കിട്ടുന്നൊരു വാഹനം ഉണ്ടാകും. ട്രാക്കിണെങ്കിൽ മാക്സിമം ഒരു 10 രൂപയ്ക്കുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കുകയും ചെയ്യാം. എങ്കിൽ നമുക്കൊരു മാരുതി സുസുക്കി ഓൾട്ടോ 800 ആണ്.
യെസ്, ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2014 മോഡൽ. 2014 മോഡൽ, സിംഗിൾ ഓൺഷിപ്പാണ് വണ്ടി അല്ലേ? അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ്, 4 ഫുൾ കട്ട ടയേഴ്സ് തന്നെയാണ്. ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 1,90,000. 1,90,000 അല്ലേ? ട്രാക്കൊക്കെ ഉണ്ട്, ഒരു 10-20 രൂപയൊക്കെ ഉണ്ട്, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. എങ്കിൽ നമുക്കൊരു മൈക്രയാണ്. ഇത് ഡീസലാണോ അതോ പെട്രോൾ? പെട്രോൾ മൈക്രോ എക്സൽ. എക്സൽ അല്ലേ? ഏറ്റവും ടോപ്പ് 2014 മോഡൽ. 1,25,000 കിലോമീറ്ററാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എത്ര ചോദിക്കുന്നു നമ്മളതിന്? ഇത് നമ്മൾ 2,20,000. 2,20,000 അല്ലേ? പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 10-40 രൂപ, 45 സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? അടുത്ത് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവർക്ക് 3-4 വാഹനങ്ങളുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇയോൺ 2 വാഹനങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ബ്ലൂ ഫിനിഷിംഗ് ആണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2014 മോഡൽ. പെട്രോൾ ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് നടക്കുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 1,90,000. 1,90,000. ഏകദേശം 10-20 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ലേ? മാക്സിമം ഒരു 4,000-5,000 രൂപയ്ക്ക് EMI ഒക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുള്ളൂ. അടുത്ത ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇതൊരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. ഏകദേശം ഒരു 2013 മോഡല്, ഒരു 1,30,000 വണ്ടിയാണ്. 1,30,000 തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി എടുക്കുന്നത്. നമ്മൾ എത്ര ചോദിക്കുന്നത്? 1,30,000. 1,30,000 അല്ലേ? അപ്പോൾ ചെറിയൊരു ബൈക്കിൻ്റെ ഒക്കെ ഒരു പ്രൈസിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാറാണ്. ഏകദേശം നമുക്ക് EMI ഒക്കെ നോക്കുകയാണെങ്കിൽ 4,000 ഒക്കെ ആ റേഞ്ചിൽ നമുക്ക് EMI വരുള്ളൂ. 10-20 രൂപേൻ്റെ വണ്ടി ഇറക്കും ചെയ്യാം അല്ലേ? അടുത്തൊരു ഫസ്റ്റ് ജനറേഷൻ i20 ആണ്. 2009 മോഡൽ. 9 മോഡൽ. ഡീസലാണോ അത് പെട്രോൾ? പെട്രോൾ അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് 1,60,000. 1,60,000. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് ഫുൾ കമ്പനി ഫിറ്റിങ്സ് തന്നെ വരുന്നൊരു വാഹനം കൂടിയാണ്. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു വാഹനം. അടുത്ത നമുക്കൊരു BS6 വേരിയൻറ്റിൽ ഒരു ഓൾട്ടോ 800 ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇവിടെ തന്നെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 മോഡൽ. 21 മോഡൽ. 22 രജിസ്ട്രേഷൻ. ഓക്കെ, ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 63,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് 3,35. 3,35 അല്ലേ? പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ മോഡൽ കൂടിയ വണ്ടിയാണ്, ഫുൾ ലോൺ ചെയ്യാം. അതേപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ വാഹനം. അടുത്തൊരു എലൈറ്റ് i20 ആണ്. ഇത് ഡീസലാണോ അതോ പെട്രോളാണോ? ഡീസൽ അല്ലേ? ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്, ആസ്റ്റയാണ്. AC പവർ സ്റ്റിയറിംഗ്. 15 മോഡൽ അല്ലേ? എത്ര ചോദിക്കുന്നു നമ്മൾ ഈ വാഹനത്തിന്? ഇത് 4,20. റീപ്ലേസും കാര്യങ്ങളൊന്നും ഓഫർ പ്രൈസിൽ ഇട്ടാണ് കൊടുക്കുന്നത്. 4,20 മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. അതൊരു സാൻഡ്രോ ആണ്, വൈറ്റ് ഫിനിഷിംഗ് ആണ്. അത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2011 മോഡൽ. സെക്കൻഡ് ഓണറാണ്. ഓക്കെ, എത്ര ചോദിക്കും? ഒന്നിന്റെ താഴത്തൊക്കെ ഓടിയിട്ടുള്ള വണ്ടി. നമ്മൾ 95 രൂപ ചോദിക്കണം. 95 രൂപ കേട്ടോ. ലോ ബഡ്ജറ്റ് വണ്ടി. ലോ ബഡ്ജറ്റിൽ ഒരു ഫാമിലി വെഹിക്കിൾ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. വെറും 95,000 രൂപ കേട്ടോ. അടുത്ത് വീണ്ടും നമുക്കൊരു ഓൾട്ടോ 800 തന്നെയാണ്. നമുക്കൊരു ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗ് ആണ് വരുന്നത്. KL61 രജിസ്ട്രേഷൻ. അത്തിട്ട് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ എക്സ്ട്രാ ഒക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. ഒരു ഫ്രണ്ട് ടയർ തന്നെ അത്യാവശ്യം ഒരു 90% വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന 2020 മോഡൽ വണ്ടിയാണ്, പെട്രോളാണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ് വരുന്നത്. ഏകദേശം 61,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. സീറ്റ് കവേഴ്സ് 2 സൈഡ് നമുക്ക് ഡ്രൈവർ സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. മറ്റ് നമുക്ക് അഡീഷണൽ ആയിട്ട് വർക്ക് കാര്യങ്ങളൊന്നും നിലവിലൊന്നും ചെയ്യിക്കാനില്ല. അപ്പോൾ 2020 മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ 61,000 കിലോമീറ്റർ. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയായിരുന്നു വരുന്നത്? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പ്രൈസ് അപ്ഡേറ്റ് ആയി വരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കോൾ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു തരാൻ പറ്റും. അടുത്തൊരു കിഡാണ്. ഇത് ഏതായിരുന്നു? വരില്ല. അടുത്തൊരു റെനോ കിഡാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഒരു മിനി SUV ടൈപ്പ് വാഹനമാണ്. ഓക്കെ, അടുത്തൊരു സെലോറിയാണ്. റെഡ് ഫിനിഷിംഗ് ആണ്. 2018 മോഡൽ വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡല്, 18,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഒക്കെ വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇതിവിടെ 3,90 കേട്ടോ. വെറും 18,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റൂല. അടുത്ത് വീണ്ടും നമുക്കൊരു എലൈറ്റ് i20 തന്നെയാണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതും 2014 മോഡൽ ഡീസൽ വണ്ടിയാണ്. സോ ഒരു 18-20 മൈലേജ് കിട്ടും. സ്റ്റിയറിങ്ങിൽ കൺട്രോൾസ് വരുന്നുണ്ട്. കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ 6 ഗിയർ ആണ്. ആൻഡ്രസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് റിയറിലും നമുക്ക് AC വെൻറ്റ് വരുന്നുണ്ട്.
അപ്പോൾ അത്യാവശ്യം നല്ല ടൈസ് കാര്യങ്ങളെല്ലാം വരുന്ന സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടിയാണ്. സ്പോർട്സ് ഓപ്ഷൻ ആണ് അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് 1.34, 1,34,000. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് 4.40. 4.40. ഇതിന് ട്രാക്കിൻ്റെ 14 രൂപ വണ്ടി ഇറക്കുകയും ചെയ്യാം അല്ലേ? അടുത്തൊരു സെമി പ്രീമിയം വെഹിക്കിളാണ് ടൊയോട്ട കൊറോള ഓൾട്ടീസ്. ഫുൾ ബ്ലാക്ക് ആണ്. 2015 മോഡൽ ഡീസൽ അല്ലേ? ഇത് സ്റ്റേറ്റ് വെഹിക്കിൾ ആണല്ലോ അല്ലേ? അതെ ഈ വണ്ടി. യെസ്. എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ 6,65,000. 6.65 കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇത്ര വലിയൊരു വാഹനമാണ്. ഏകദേശം 18-20 നമുക്ക് മൈലേജും കിട്ടും. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറങ്ങാം. അടുത്തൊരു KUV 100 ആണ്. ഇതേതായിരുന്നു? 16 മോഡൽ. 16 മോഡൽ ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ 99,000 കിലോമീറ്റർ ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 2,40,000. 2.40 അല്ലേ? ഏകദേശം നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് മാക്സിമം ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതാകണം ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ വണ്ടി ഇറങ്ങാം. അടുത്തൊരു മാരുതി സുസുക്കി ബലേനയാണ്. 2019 മോഡൽ. പെട്രോൾ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് നടക്കുന്ന വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 5,45,000. 5.40. പക്ഷെ നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10-40 രൂപ വണ്ടി ഇറക്കാം. പ്രൊജക്ടർ ലാംപ്സ്, ഡേ ടൈം റണ്ണിങ് ലാമ്പ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു വാഹനമാണ്. എങ്കിൽ നമുക്കൊരു ഷെവർലെ ക്രൂസാണ്. അത് നമുക്ക് പിന്നെ KL39 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. 2011 മോഡൽ ഡീസൽ വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം. ആ ഒരു സമയത്ത് നമുക്ക് ഒരു പ്രീമിയം കാറ്റഗറി വന്നിരുന്നൊരു വാഹനമാണ്. സോ നല്ല പെർഫോമൻസും മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു LT ഓപ്ഷനിൽ വരുന്ന ഡീസൽ വണ്ടിയില്ല. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 1,85,000. 1.85. അടുത്തൊരു വിൻറ്റേജ് വാഹനമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രീമിയർ പത്മിനിയാണ്. അത് നമുക്ക് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡീസലാണ്. സോ നമുക്ക് പുതിയ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 96 മോഡൽ. 96 മോഡൽ. സിംഗിൾ ഓണർഷിപ്പിൽ നടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് 1,99,000. 1.90. മോഹവിലാണ്. വാഹനമൊക്കെ നോക്കി എടുക്കുന്നു. ഏകദേശം ഒന്നിന് താഴെ ഓടിയിട്ടുള്ളൂ. ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനം കൂടിയാണ്. അതൊരു ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്യാവശ്യം നമുക്ക് 4 ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 സൈഡ് എയർ ബാഗ്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ്. നിലവിൽ നമുക്ക് KL71 നമ്പറൊക്കെ ആയ ഒരു അതർ സ്റ്റേറ്റ് വെഹിക്കിളാണ് ഈ ഒരു വാഹനം വരുന്നത്. 2018 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ്. 1,95,000 കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് പറഞ്ഞാൽ 12,95,000. ഒരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാകും. ട്രാക്കിനെങ്കിൽ ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കും ചെയ്യാം. അതൊരു റെനോ ഡസ്റ്ററാണ്. ഡസ്റ്റർ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2013-14 മോഡൽ. തേർഡ് ഓണർഷിപ്പ് ഇറക്കുന്ന വണ്ടിയാണ്. 1,56,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് കീ ഒക്കെ ഉണ്ട്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 3,25,000. 3.25 അല്ലേ? മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഹോസ്റ്റലായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിനൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ അരിപ്ര സ്കൂൾ പടിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീഡിയോ കാണാം. റിയാസ് സൈനിങ് ഓഫ്.